മൂന്ന് സിനിമകളുടെ ഏത് ദിവസത്തിലെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മന്ദാകിനിക്ക് പതിവ് പോലെ അടുത്ത അവധി ദിവസവും കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 6 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പായ സിനിമ നിലവിൽ ഇതുവരെ കേരളത്തിൽ നിന്നും മാത്രം 4 കോടിയോളം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 5 കോടിയോളം രൂപയും കളക്ഷൻ നേടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ മികച്ചൊരു കളക്ഷൻ തന്നെയാണ് മന്ദാകിനി നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തോടെ കൃത്യം 25 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുകയാണ് തലവൻ. ആസിഫ് അലി ബിജു മേനോൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഏത് ദിവസവും മികച്ച ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. മഹാരാജ ഗർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാക്കിംഗ് കളക്ഷൻ ഉള്ള സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 17 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. തലവന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 22 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയ്ക്കും ഏത് ദിവസം സിനിമയുടെ 5ാമത്തെ തിങ്കളാഴ്ച മികച്ച ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 16 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 15 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. നിലവിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 89-90 കോടി റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ഈ വർഷത്തിലെ വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ മമ്മൂട്ടി നായകനെ എത്തിയ ടർബോ. ചിത്രം ഏത് ദിവസവും തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ വർധന നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചു കഴിഞ്ഞതാണ്. നേരത്തെ മെയ് 23-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും അതിനു മുന്നേ ആദ്യം സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ജൂൺ 13-ലേക്കായിരുന്നു. എന്നാൽ പിന്നീട് സിനിമയുടെ റിലീസ് ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ക്ലാഷും ഒപ്പം തന്നെ ജൂൺ മാസം മഴ പെയ്യുമെന്നൊരു കാരണത്താലായിരുന്നു റിലീസ് പ്രീപോണ്ട് ചെയ്തത്. എന്നാൽ എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ട് ടർബോ റിലീസിന് ശേഷം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ടർബോ റിലീസ് ആഴ്ച കേരളത്തിൽ വൻ മഴയായിരുന്നു. അതോടൊപ്പം തന്നെ ടർബോയ്ക്ക് ക്ലാഷ് റിലീസായിട്ട് മറ്റ് മലയാളം സിനിമകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ 2 എന്ന സിനിമയാകട്ടെ പോസ്റ്റ് പോണ്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് റിലീസിന്റെ കാര്യത്തിൽ കണ്ടത്. അതേസമയം ഈ ആഴ്ചയാണെങ്കിൽ കേരളത്തിൽ മഴയില്ലാത്തൊരു സാഹചര്യവുമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടർബോ എന്ന സിനിമ ആദ്യം റിലീസ് പ്ലാൻ ചെയ്ത് അതേ ജൂൺ 13-ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ ഒരുപക്ഷെ വൻ തരംഗമായേനെ. അതോടൊപ്പം തന്നെ നിലവിൽ സിനിമ നേടിയെടുത്തതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുത്തതിനെ എന്നൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ 100 കോടി വരെ കളക്ഷൻ നേടിയെടുക്കാനായിട്ടും സാഹചര്യം സിനിമയ്ക്ക് ഒത്തുവന്നതിനെ. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ അവധിയുള്ള ദിവസങ്ങളാണല്ലോ ഇത് എന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടർബോ നേരത്തെ റിലീസ് ചെയ്തത് തെറ്റായ തീരുമാനമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം എന്ത്?